التمسك بالأثر نجاه. ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തില് ബാത്തിലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ അദ്ദാഉ വദ്ദവാ എന്ന ഗ്രന്ഥം, അതിന്റെ ചില ഭാഗങ്ങൾ നാം വായിച്ചിരുന്നു. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട പ്രകാരം, അതായത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം ഒരു ഉപദേശം എന്നോണം തിന്മയാണെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ എങ്കിലും അതിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല പല ഘടകങ്ങളാൽ. പക്ഷെ അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട്, തിന്മയിൽ നിന്ന് വിരമിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ സഞ്ചരിക്കണം എന്നെല്ലാമുള്ള ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അതിന് ചില മരുന്നുകൾ ആവശ്യപ്പെടുകയാണ്. എന്താണ് അതിനുള്ള ചികിത്സ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലക്ക് ഒരു റിസാല, ഒരു കത്ത് എഴുതിയപ്പോൾ അദ്ദേഹം കൊടുക്കുന്ന മറുപടിയാണ് അദ്ദാഉ വദ്ദവാ എന്നുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലയുടെ വളരെ പ്രശസ്തമായ ഗ്രന്ഥം. ഇതില് രണ്ട് പ്രധാനപ്പെട്ട ചികിത്സകളെ സംബന്ധിച്ച് ഇമാം പറഞ്ഞു. ഒന്ന്, പരിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് മന്ത്രിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതിലൂടെ മനുഷ്യരുടെ ഏത് രോഗമാണ് എങ്കിലും, അത് ശരീരത്തിന് ബാധിക്കുന്ന രോഗമാണെങ്കിലും മനസ്സിന് ബാധിക്കുന്ന രോഗമാണെങ്കിലും, ഏത് രോഗത്തിനും ഏറ്റവും അൻഫആയ, ഏറ്റവും പ്രയോജനപ്രദമായ, ഏറ്റവും വേഗതയിൽ റിസൾട്ട് ലഭിക്കുന്ന ഒരു ചികിത്സയാണ് അത് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പഠിപ്പിച്ചു. അതിനുശേഷം രണ്ടാമതായി പറഞ്ഞത് ദുആ ആണ്, അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കലാണ് എന്ന് പറഞ്ഞു. അതിനുശേഷം നാം സംസാരിച്ചു വന്നത് മനുഷ്യന് സൗഭാഗ്യം ലഭിക്കുവാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനിവാര്യമാണ് എന്ന് പറഞ്ഞു. ജീവിതത്തിൽ സന്തോഷവുമെല്ലാം ലഭിക്കാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അനിവാര്യമാണെന്ന് പറഞ്ഞു. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ആയിട്ട് പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഏതാണെന്ന് അറിയണം. ഏതെല്ലാമാണ് ഷർറ് എന്നറിയണം. പരിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലൂടെയും നിങ്ങൾക്ക് ഖൈറായിട്ട് ഭവിക്കുന്ന നന്മകൾ ഏതെല്ലാമാണെന്ന് മനസ്സിലാക്കുക, പഠിക്കുക, അറിയുക. ഷർറുകൾ ഇന്നതെല്ലാമാണെന്ന് പഠിക്കുക. രണ്ടാമത്തെ ഒരു കാര്യമായിട്ട് പറഞ്ഞത് മനുഷ്യനെ വഴിതെറ്റിപ്പിക്കുന്ന പല ഘടകങ്ങളുമുണ്ട്. പല കാര്യങ്ങളും നമുക്ക് തിന്മയാണെന്നറിയാമെങ്കിലും പലപ്പോഴും മനുഷ്യനെ വഞ്ചനയിലകപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് ധാരാളമായി റഹ്മത്ത് ചൊരിയും. അവൻ ഗഫാറാണ്, ധാരാളം പുറത്തു കൊടുക്കുന്നവനാണ്. ഇത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ അതിൽ ചില ആളുകൾ വഞ്ചനയിലകപ്പെട്ടു പോകും. എന്ത് തിന്മയും ചെയ്യാം, ആ തിന്മയിൽ നിന്ന് പശ്ചാത്തപിക്കാതെ തന്നെ അതിൽ തുടർന്നുകൊണ്ട് അള്ളാഹു ഗഫാറാണ്, അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാണ് എന്നുള്ള രീതിയിൽ ഹുസ്നുൽ ദന്ന് വെച്ച് പുലർത്തുന്നത് ശരിയല്ല. അതിനെല്ലാ ഹുസ്നുൽ ദന്ന്, നല്ല ധാരണ വെച്ച് പുലർത്തുക എന്ന് പറയുന്നത്, നല്ല പ്രവൃത്തി ചെയ്യുകയും എന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരും, അള്ളാഹു എനിക്ക് റഹ്മത്ത് ചെയ്യും എന്ന് ധാരണ വെച്ച് പുലർത്തുന്നതിനാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തുന്നത് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം നാം ഒരു അധ്യായം തുടങ്ങിയിരുന്നു. ആ അധ്യായത്തിന്റെ ആദ്യം മുതലാണ് ഇൻഷാ അല്ലാഹ് വീണ്ടും ആരംഭിക്കുന്നത്. അർറുഖൂനു ഇല റഹ്മതി വതർക്കുൽ അമൽ. മനുഷ്യനെ വഴിതെറ്റിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അള്ളാഹുവിന്റെ റഹ്മത്തിലേക്ക് ചാരണം കൊള്ളുക, അതിനെ ആസ്വദിക്കുക, അതിനെ അവലംബിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അമലുകളിലേക്കെല്ലാം ഉപേക്ഷിക്കുക, നന്മകളൊന്നും ചെയ്യാതിരിക്കുക, അള്ളാഹു റഹ്മത്ത് ചെയ്യും എന്നുള്ള ആളുകളുടെ ഒരു ധാരണ. ഇമാം അവർകൾ പറയുകയാണ്, വകസീറും മിനൽ ജുഹാലി ഇഅതമദു അലാ റഹ്മത്തില്ലാഹി വഅഫ്വിഹി വകറമിഹി. ധാരാളം ജുഹാലുകൾ, അവിവേകികളായ ആളുകൾ, അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ ആസ്വദിക്കുകയാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ അവർ എന്ത് ചെയ്യുന്നു, അവലംബിക്കുന്നു. അള്ളാഹു റഹ്മത്ത് ചൊരിയുന്നവനാണ്, അവൻ അഫ്വ് ചെയ്യും, വിട്ടുവീഴ്ച ചെയ്യും, അവൻ ധാരാളം ഔദാര്യം ചെയ്യും
എന്നെല്ലാം ധരിച്ചുകൊണ്ട് ആ റഹ്മത്തിലും അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയിലുമെല്ലാം അവർ എന്ത് ചെയ്യുന്നു? അവലംബിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവർ അംറഹു വനഹിയഹു, അള്ളാഹു കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനകളെയെല്ലാം അവർ ഉപേക്ഷിക്കുന്നു, അതിനെ പാഴാക്കുന്നു. അള്ളാഹു നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങളെയും അവർ പാഴാക്കുന്നു. അതായത് നിരോധിച്ചിരിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു, അവർ കൽപ്പിച്ച കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നില്ല. കാരണം എന്താണ്? അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു അഫൂ ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്ന് ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. വനസു അന്നഹു ശദീദുൽ ഇഖാബ്, അവർ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്നുള്ള ബോധം അവർ എന്ത് ചെയ്യുന്നു? മറന്നുപോകുന്നു. അള്ളാഹു റഹ്മത്ത് ചൊരിയും എന്ന് ഓർക്കുന്നതിനോട് കൂടെ തന്നെ അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനുമാണെന്ന് അവൻ ഓർക്കണമായിരുന്നു. പക്ഷേ അതവൻ എന്ത് ചെയ്യുന്നു? മറന്നുപോകുന്നു. വഅന്നഹു ലാ യറുദ്ദു ബഅസഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ, മുജ്രിമീങ്ങളായ കുറ്റവാളികളായ ആളുകളെ തൊട്ട് അള്ളാഹുവിന്റെ ശിക്ഷ തടുക്കപ്പെടുകയില്ല. അതായത് കുറ്റവാളികൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യവും അവർ മറന്നുപോകുന്നു. വമൻ അഅതമദ അലൽ അഫ്വി മഅൽ ഇസ്റാരി അലൽ ദംബ്, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിന്റെ വിട്ടുവീഴ്ചയെ അഫുവിന്റെ മേൽ അവലംബിക്കുകയും അതിൽ വിശ്വാസമർപ്പിക്കുകയും എന്നിട്ട് പാപങ്ങളിൽ തന്നെ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ ഫഹുവ കൽ മുആനിദ്, അവന് നിഷേധിയെ പോലെ തന്നെയാണ്, അവനൊരു മാത്സര്യക്കാരനാണ്, അള്ളാഹുവിനെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണ് അവൻ. അപ്പോ ചെയ്യേണ്ടത് എന്താണ്? പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, നന്മകൾ പ്രവർത്തിക്കുക. എന്നിട്ട് പറ്റുന്ന അബദ്ധവശാൽ പറ്റിപ്പോകുന്ന തിന്മകൾ അള്ളാഹു എനിക്ക് പുറത്തു തരും. ഏതെങ്കിലും തിന്മ ചെയ്താൽ ഉടനെ തന്നെ പശ്ചാത്തപിക്കുക, എന്നിട്ട് അള്ളാഹു എനിക്ക് പുറത്തു തരും എന്നാണ് ഒരു മനുഷ്യൻ നല്ല ധാരണ വെച്ച് പുലർത്തേണ്ടത്. നേരെ മറിച്ച് തിന്മകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു, എന്നിട്ട് അള്ളാഹു അതിൽ നിന്ന് പശ്ചാത്തപിക്കാതെ അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യും, മർഹമത്ത് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് അള്ളാഹുവിനെ നിഷേധിക്കുന്നത് പോലെ തന്നെയാണ്. قال معروف رجاؤك لرحمة من لا تطيعه من الخذلان والحمق. മഅറൂഫ് റഹിമഹുല്ലാഹ് പറയുകയാണ്, നിന്റെ പ്രതീക്ഷ റജാഉക ലിറഹ്മതി മൻ, ഒരാൾ നിനക്ക് റഹ്മത്ത് ചെയ്യും എന്ന് നീ പ്രതീക്ഷിക്കുന്നത്, നീ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള ഒരാളാണ്? ലാ തുതീഉഹു, അവനെ നീ അനുസരിക്കുന്നില്ല, നീ അവനോട് എല്ലാവിധ ധിക്കാരവും കാണിക്കുന്നു, അവൻ എന്തു പറയുന്നു അതൊന്നും നീ അനുസരിക്കുന്നില്ല, അവൻ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം നീ എന്ത് ചെയ്യുന്നു? ചെയ്യുന്നു. സകല ഹറാമുകളും ചെയ്യുന്നു, നിർബന്ധമാക്കപ്പെട്ട കാര്യങ്ങളെല്ലാം ഉപേക്ഷിക്കുന്നു. എന്നിട്ട് നീ എന്ത് ചെയ്യാണ്? അവനിൽ നിന്ന് റഹ്മത്ത് പ്രതീക്ഷിക്കുകയാണ് എങ്കിൽ അത് മിനൽ ഖിദ്ലാനി വൽ ഹുംഖ്, അത് വളരെ നിന്ദ്യമായ കാര്യത്തിൽപ്പെട്ടതാണ്, അത് വിഡ്ഢിത്തമാണ് എന്ന് പറയുകയാണ്. അപ്പോ അള്ളാഹു പറയണത് അനുസരിക്കണം അതിന് ആദ്യം, അതിനുശേഷം എന്ത് ചെയ്യണം? അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തണം, അതാണ് ചെയ്യേണ്ടത്. വഖാല ബഅദുൽ ഉലമാ, ചില ഉലമാക്കൾ പറഞ്ഞു, മൻ ഖതഅ ഉദ്വൻ മിൻക ഫിദ് ദുനിയ ബിസരിഖതി സലാസതി ദറാഹിം, ഒരു 3 ദിർഹം മോഷ്ടിച്ചു എന്നുള്ളതിന്റെ പേരിൽ ദുനിയാവിൽ നിന്റെ ഒരു അവയവത്തെ ഛേദിച്ചു കളഞ്ഞവൻ, അതായത് കളവ് ചെയ്താല് കൈ മുറിച്ചു കളയണമെന്നതാണ് അതിന്റെ ദുനിയാവിലുള്ളതായ ശിക്ഷ. അപ്പൊ ഒരു 3 ദിർഹം മോഷ്ടിച്ചു എന്നതിന്റെ പേരിൽ അള്ളാഹു നിന്റെ കൈ മുറിച്ചു കളയുവാൻ ദുനിയാവിൽ ഹുക്മ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, വിധി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ലാ തഅമൻ അൻ തകൂന ഉഖൂബതുഹു ഫിൽ ആഖിറതി അലാ നഹ്വി ഹാദാ, അങ്ങനെയുള്ളവന്റെ ആഖിറത്തിലുള്ളതായ ശിക്ഷ അത് ഇതുപോലെ ആയിരിക്കുമെന്ന് നീ എന്ത് ചെയ്യേണ്ടതില്ല, കരുതേണ്ടതില്ല. ദുനിയാവിൽ 3 ദിർഹം മോഷ്ടിച്ചതിന്റെ പേരിൽ ദുനിയാവിൽ അവന്റെ കൈ ഛേദിക്കണമെന്നാണ് അള്ളാഹു വിധിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങനെയുള്ളവന്റെ ആഖിറത്തിലുള്ള ശിക്ഷ ഇതുപോലെ ആയിരിക്കുമെന്ന് എന്ത് ചെയ്യേണ്ടതില്ല, വിചാരിക്കേണ്ടതില്ല. അങ്ങനെ നിർഭയനായിട്ട് ആരും ഇരിക്കേണ്ടതില്ല. അപ്പോ എന്ത് ചെയ്യേണ്ടതുണ്ട്? അള്ളാഹുവിന്റെ ശിക്ഷയെ പേടിക്കേണ്ടതുണ്ട്. വഖീല ലിൽ ഹസൻ, ഇമാം ഹസൻ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, നറാക തവീലൽ ബുകാ, താങ്കൾ ദീർഘമായിട്ട് അധികം കരയുന്നതായിട്ട് കാണുന്നുവല്ലോ, എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അഖാഫു അൻ യത്റുഹനി ഫിന്നാരി വലാ യുബാലി, ഒന്നുമില്ല, കാരണം ഇത്രമാത്രമാണ്, നരകത്തിലേക്ക് എന്നെ വലിച്ചെറിയപ്പെടുമോ എന്നുള്ള പേടിയാണ് ഞാൻ ധാരാളമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന്. അപ്പോ മുൻഗാമികളായ സലഫു സാലിഹീങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചോർത്ത് പേടിക്കുമായിരുന്നു, അവർ അതിനെക്കുറിച്ചോർത്ത് കരയുമായിരുന്നു. അവർ നന്മകൾ ധാരാളം ചെയ്തതിനു ശേഷം തിന്മകളിൽ നിന്ന് പരമാവധി മാറി നിന്നതിന് ശേഷം അവരുടെ അവസ്ഥ ഇതാണ്, അവർ ശിക്ഷയെ സംബന്ധിച്ചോർത്ത് കരയുമായിരുന്നു.
നാം ആകട്ടെ ധാരാളം തിന്മകൾ ചെയ്യുന്നു, അതിനുശേഷവും ഒരു പേടിയുമില്ലാതെ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് യാതൊരു ഗൗരവവുമില്ലാതെ ജീവിക്കുകയാണ് എങ്കിൽ അതിനല്ല ഹുസ്നുൽ ദന്ന് എന്ന് പറയുന്നത്, അത് ശരിയായ നിലപാടല്ല എന്നാണ് പറയുന്നത്. വകാന യഖൂൽ, ഇമാം ഹസൻ റഹിമഹുല്ല പറയുമായിരുന്നു, ഇന്ന ഖൗമൻ അൽഹതുഹും അമാനിയുൽ മഗ്ഫിറ, ചില ആളുകളെ അശ്രദ്ധയിലാക്കിയിരിക്കുകയാണ്. പാപമോചനം ലഭിക്കുമെന്നുള്ളതായ വ്യാമോഹം ചില ആളുകളെ അശ്രദ്ധരാക്കി കളഞ്ഞിരിക്കുന്നു. പാപമോചനം ലഭിക്കുമെന്നുള്ളതായ വ്യാമോഹം ചില ആളുകളെ അശ്രദ്ധരാക്കി കളഞ്ഞിരിക്കുകയാണ്. ഏതുവരെയും ഹത്താ ഖറജൂ മിനദ് ദുനിയാ ബിഗൈരി തൗബ, അങ്ങനെ അവർ ദുനിയാവിൽ നിന്ന് പോകുന്ന സന്ദർഭത്തിൽ, മരണം സംഭവിക്കുമ്പോൾ തൗബ ചെയ്യാനുള്ള അവസരം വരെയും ലഭിക്കാതെ അവർ മരണപ്പെട്ടു പോകുന്നു. അവർ മഗ്ഫിറത്തുണ്ടാകും, അള്ളാഹു പുറത്തു തരും എന്നുള്ള വ്യാമോഹത്തിൽ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്യുന്നു, മഗ്ഫിറത്തുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ അവർ തൗബ ചെയ്യാനായിട്ട് സന്നദ്ധരുമല്ല. അങ്ങനെ പെട്ടെന്ന് ഉടനെ എന്ത് ചെയ്യുന്നു? അവർ മരണപ്പെട്ടു പോകുന്നു. അത് വലിയ അപകടമാണ്. തൗബ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. യഖൂലു അഹദുഹും, സലഫുകളിൽപ്പെട്ട ഒരാൾ പറയുകയാണ്, ലഅന്നി ഉഹ്സിനു ദന്ന ബിറബ്ബി, ഞാൻ ഇങ്ങനെ പാപങ്ങൾ ചെയ്യുന്നത്, സലഫുകളിൽപ്പെട്ട ഒരാളല്ല, പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളിൽപ്പെട്ട ഒരാള്, അതായത് ഈ തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാൾ പറയുകയാണ്. എന്താണ് തെറ്റിദ്ധാരണ? അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യും എന്നുള്ളതായ ധാരണയിൽ തൗബ ചെയ്യാതെ പാപത്തിൽ തന്നെ അടിയുറച്ചു നിൽക്കുന്നു. അങ്ങനെ ധാരണ വെച്ച് പുലർത്തുന്ന ഒരാൾ പറയുകയാണ്, ലഅന്നി ഉഹ്സിനു ദന്ന ബിറബ്ബി, ഞാൻ എന്റെ റബ്ബിനെ സംബന്ധിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തുന്നവനാണ്. അതായത് എന്റെ റബ്ബ് ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ് എന്നുള്ള നല്ല ധാരണ വെച്ച് പുലർത്തുന്നവനാണ് ഞാൻ. എന്നിട്ട് പറയുകയാണ്, വകദിബുൻ, അവൻ കളവാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ലൗ അഹ്സന ദന്ന ലഅഹ്സനൽ അമല, അവൻ അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ല ധാരണ വെച്ച് പുലർത്തിയവനായിരുന്നുവെങ്കിൽ തീർച്ചയായും അവൻ നല്ല അമലുകളും ചെയ്യുമായിരുന്നു. നല്ല അമലുകൾ ചെയ്തിട്ടാണ് നല്ല ധാരണ വെച്ച് പുലർത്തേണ്ടത് എന്നർത്ഥം. വസഅല റജുലുൻ അൽ ഹസന, ഇമാം ഹസൻ റഹിമഹുല്ലയോട് ഒരു മനുഷ്യൻ ചോദിച്ചു, യാ അബാ സഈദ് കൈഫ നസ്നഉ ബിമുജാലസതി അഖ്വാമിൻ യുഖവ്വിഫൂനനാ ഹത്താ തകാദു ഖുലൂബുനാ തതീർ, ഒരു വിഭാഗം ആളുകളുടെ അടുക്കൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ് ആളുകളുടെ പ്രത്യേകത? അവർ ഞങ്ങളെ പേടിപ്പിച്ചുകൊണ്ടിരിക്കും. അതായത് ആഖിറത്തെ സംബന്ധിച്ച് പറയും, നരകത്തെ സംബന്ധിച്ച് പറയും, വിചാരണയെ സംബന്ധിച്ച് പറയും, ഖബറിന്റെ ശിക്ഷകളെ സംബന്ധിച്ചെല്ലാം പറഞ്ഞ് ഞങ്ങളിൽ പേടിയുണ്ടാക്കി തരുന്ന ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ള ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഫഖാൽ വല്ലാഹി ലഅൻ തസ്ഹബ അഖ്വാമൻ യുഖവ്വിഫൂനക ഹത്താ തദ്റുക അംന, നീ നിന്നെ ആഖിറത്തെ കുറിച്ചും മറ്റുമെല്ലാം പറഞ്ഞ് ഭയപ്പെടുത്തുന്ന ആളുകളോട് സഹവസിക്കുക എന്നുള്ളത്, അങ്ങനെ സഹവസിക്കുകയും നിനക്ക് അംന ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത്, നിനക്ക് നിർഭയത്വം ലഭിക്കുകയും ചെയ്യുക എന്നുള്ളത് ഖൈറും മിൻ അൻ തസ്ഹബ അഖ്വാമൻ യുഅമ്മിനൂനക ഹത്താ തൽഹഖക ബിൽ മഖാവിഫ് അൽ മഖാവിഫ്, ഒരു കൂട്ടം ആളുകളുടെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ്. അങ്ങനെയുള്ള ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് അറിയുമോ? നീ എന്ത് തിന്മകൾ ചെയ്താലും അവർ നിന്നെ നിർഭയത്വമുള്ളവരാക്കി തീർക്കും. അതായത് എന്ത് തിന്മ ചെയ്താലും അവരെന്തെങ്കിലും തിരുത്തി തരൂല, നമ്മൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുകയില്ല. അങ്ങനെയുള്ള ചില ആളുകൾ, അങ്ങനെയുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഇരുന്നു കഴിഞ്ഞാൽ അവസാനം എന്ത് സംഭവിക്കും? ഏറ്റവും വലിയ പേടിപ്പിക്കുന്ന ദുരന്തത്തിലേക്ക് നിന്നെ അത് കൊണ്ടെത്തിക്കും. അങ്ങനെ ജീവിക്കുകയും അവസാനം നീ നരകത്തിലായിരിക്കും എത്തിച്ചേരുന്നത്. അങ്ങനെ എത്തിച്ചേരുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം നിന്നെ ആഖിറത്തിനെ കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്ന ആളുകളുടെ അടുക്കൽ ഇരിക്കുകയും അന്തിമമായിട്ട് അവസാനമായിട്ട് നിർഭയത്വത്തിന്റെ ഗേഹത്തിൽ നീ എത്തിച്ചേരലുമാണ് നിനക്ക് ഖൈർ. അപ്പോ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സുഹൃത്തുക്കളെയാണ് നാം അവരോടാണ് സഹവസിക്കേണ്ടത്. നാം പറഞ്ഞു, ഇവിടെയെല്ലാം അടിസ്ഥാനപരമായിട്ടൊരു അസുലുണ്ട്. എന്താണ്? പേടി മാത്രം ഉണ്ടാവുക എന്നുള്ളത് പാടില്ല. അള്ളാഹുവിന്റെ റജായിൽ, അള്ളാഹുവിന്റെ റഹ്മത്തിൽ റജാ ഉള്ളവനായിരിക്കണം, പ്രതീക്ഷയുള്ളവനായിരിക്കണം. അതിനോട് കൂടെ തന്നെ എന്തും വേണം? പേടിയും വേണം. എന്നാല് ഈ പറയുന്ന രീതിയിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നു? അവർ റജാഇനെ കുറിച്ച് മാത്രം പറയുന്നു. അങ്ങനെ ചില ആളുകൾ പറയുന്നത് കാണാം. ചില കൗൺസിലിങ്ങുകളിലും മറ്റുമെല്ലാം പറയുന്നത് കേൾക്കാം. എന്താണ്? നരകത്തെ കുറിച്ചൊന്നും ആളുകളോട് പറയേണ്ടതില്ല, അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ് പീഡിപ്പിക്കേണ്ടതില്ല, അള്ളാഹു സ്നേഹമാണെന്ന് പറഞ്ഞാൽ മതി,
അള്ളാഹു എന്ത് ചെയ്യും? നിങ്ങൾക്ക് ധാരാളം മഗ്ഫിറത്ത് നൽകും. അള്ളാഹു റഹ്മാനാണ് റഹീമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. എന്തിനാണ് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ് പീഡിപ്പിക്കുന്നത് എന്ന് ചില ആളുകൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. അത് പാടില്ലാത്തതാണ്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിന്റെ ശിക്ഷയെ സംബന്ധിച്ചും പറയണം. ഏതെങ്കിലും ഒന്ന് ഒരാളിൽ അധികമായി കഴിഞ്ഞാൽ അവൻ അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് വഴിതെറ്റാൻ സാധ്യത ധാരാളമാണ്. അഹ്ലുസുന്നയുടെ പാതയിൽ നിന്ന് വഴിതെറ്റിയിരിക്കുന്ന പിഴച്ച കക്ഷികൾക്കെല്ലാം തെറ്റുപറ്റിയത് ഇവിടെ തന്നെയാണ്. ഒന്നുകിൽ അധികമായി കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷയർപ്പിക്കൂ, അതല്ലെങ്കിൽ അധികമായി കൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ച് പേടിയുള്ളവരായിരിക്കും. ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ട്? തുലനം ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളതാണ് വിശ്വാസിക്ക് അഭികാമ്യമായിട്ടുള്ള കാര്യം. وقد ثبت في الصحيحين من حديث أسامة بن زيد رضي الله عنه നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ സ്ഥിരപ്പെട്ടത് കാണാം. قال അദ്ദേഹം പറഞ്ഞു, سمعت رسول الله صلى الله عليه وسلم يقول, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഞാൻ കേട്ടു. ഇനി പറയപ്പെടുന്ന പല ഹദീസുകളും ആഖിറത്തിൽ നൽകപ്പെടുന്ന ശിക്ഷയെ സംബന്ധിച്ച് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. കൂടുതൽ അധികമായിട്ട് അള്ളാഹുവിന്റെ റഹ്മത്തിനെയും അഫുവിനെയും ചാരണം കൊള്ളേണ്ടതില്ല. അള്ളാഹു ശിക്ഷിക്കും എന്നുള്ള ബോധം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം എന്നതിലേക്ക് ഉള്ള തെളിവുകൾ പറയുകയാണ്. ഒരു മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യുജാഉ ബിർറജുലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഒരു മനുഷ്യനെ കൊണ്ടുവരപ്പെടും. എന്നിട്ട് ഫയുൽഖി ഫിന്നാർ, എന്നിട്ട് അവനെ നരകത്തിലേക്ക് എറിയപ്പെടും. ഫയുൽഖാ ഫിന്നാർ ഫതന്തലിഖു അഖ്താബു ബത്നിഹി, ആ സന്ദർഭത്തിൽ അവന്റെ വയറിന്റെ ഉള്ളിലുള്ളതായ ആമാശയമെല്ലാം പുറത്തേക്ക് പൊട്ടി ഒലിക്കുന്നതായിട്ട് കാണപ്പെടും. ഫയദൂറു ഫിന്നാരി കമാ യദൂറുൽ ഹിമാറു ബിരിഹാ, ആ സന്ദർഭത്തിൽ അവൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ കഴുതകൾ വട്ടം ചുറ്റുന്നത് പോലെ അവൻ അതിൽ കിടന്നിട്ട് വട്ടം ചുറ്റിക്കൊണ്ടിരിക്കും. ഫയതൂഫു ബിഹി അഹ്ലുന്നാർ, നരകത്തിലുള്ള ആളുകൾ അവനെ ചുറ്റും. എന്നിട്ട് ചോദിക്കും, യാ ഫുലാൻ, മനുഷ്യ, മാ അസാബക്, എന്താണ് നിനക്ക് പറ്റിയത്? അലം തകുൻ തഅമുറുനാ ബിൽ മഅറൂഫി വതൻഹാനാ അനിൽ മുൻകർ, നീ ഞങ്ങളോട് നന്മ കൽപ്പിക്കുന്ന മനുഷ്യനായിരുന്നല്ലോ, നീ തിന്മയിൽ നിന്ന് നീ ഞങ്ങളെ തടയിലുണ്ടായിരുന്നല്ലോ, പിന്നെ നിനക്കെന്ത് പറ്റി? എന്തുകൊണ്ടാണ് നീ നരകത്തിന്റെ അവകാശിയായത് എന്ന് ചോദിക്കുമ്പോ ഫയഖൂൽ, ആ നരകത്തിൽ എറിയപ്പെട്ട മനുഷ്യൻ പറയും, കുന്തു ആമുറുക്കും ബിൽ മഅറൂഫി വലാ ആതി, ഞാൻ നിങ്ങളോട് നന്മ കൽപ്പിക്കുമായിരുന്നു, പക്ഷേ ഞാനത് പ്രവർത്തിക്കലുണ്ടായില്ല. നമസ്കരിക്കാൻ ഞാൻ പറയുമായിരുന്നു, പക്ഷെ ഞാൻ നമസ്കരിക്കുമായിരുന്നില്ല. മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ ഞാൻ പറയുമായിരുന്നു, പക്ഷേ എന്റെ കാര്യത്തിൽ ഞാൻ അത് സൂക്ഷിച്ചിട്ടില്ല. അയൽവാസികളോട് നന്മ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചുകൊണ്ടിരുന്നു, പക്ഷേ ഞാനത് ചെയ്തിട്ടില്ല. നന്മകൾ ഞാൻ കൽപ്പിച്ചിരുന്നു, പക്ഷേ ഞാൻ എന്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിയില്ല. വഅൻഹാകും അനിൽ മുൻകരി വആതി, തിന്മകളെ തടയുകയും ഞാൻ ചെയ്യുമായിരുന്നു, പക്ഷേ ആ തിന്മകളെല്ലാം ഞാനും ചെയ്യുമായിരുന്നു എന്ന് ഈ മനുഷ്യൻ പറയുകയാണ്. അപ്പോ നന്മയും തിന്മയും മനസ്സിലാക്കുന്നതിലല്ല, നന്മ പ്രവർത്തിക്കുന്നതിലും അതിനെ ഒഴിവാക്കുന്നതിലുമാണ് രക്ഷ. അതില്ല എങ്കിൽ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. അത് നന്മ കൽപ്പിക്കുന്നവനാണെങ്കിലും തിന്മ വിരോധിക്കുന്നവനാണ് എങ്കിലും അതനുസരിച്ചല്ല അവന്റെ ജീവിതമെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മഗ്ഫിറത്തിൽ അവൻ ചാരണം കൊണ്ടതുകൊണ്ടായില്ല. അവൻ എന്ത് ചെയ്യേണ്ടതുണ്ട്? തൗബ ചെയ്യേണ്ടതുണ്ട്, മടങ്ങേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് വദക്കറ ഇമാം അഹ്മദ് മിൻ ഹദീസ് അബി റാഫിഇൻ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഒരു ഹദീസ് കൊണ്ടുവന്നു. അദ്ദേഹം പറയുകയാണ്, ഖാൽ മർറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ ബഖീ, ഒരിക്കൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീഇലൂടെ നടന്നുപോയി, ഖബർസ്ഥാനിലൂടെ നടന്നുപോയി. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, ഉഫ്ഫില്ലക് ഉഫ്ഫില്ലക്, നിനക്ക് നാശം, വളരെ മോശമായി എന്നുള്ള ഒരു കാര്യം സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നബി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അബൂ റാഫി റളിയല്ലാഹു അൻഹു വിചാരിച്ച് തന്നെ കുറിച്ചാണ് നബി ഇത് പറയുന്നതെന്നാണ്. രണ്ടുപേരും കൂടിയിട്ടാണ് നടന്നു പോകുന്നത്. ഫളനൻതു അന്നഹു യുരീദുനി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോടാണ് ഇത് പറയുന്നത് എന്ന് ഞാൻ കരുതിപ്പോയി. ഫഖാൽ, അപ്പോൾ നബി പറഞ്ഞു, ലാ, അല്ല, വലാകിൻ ഹാദാ ഖബ്റു ഫുലാനിൻ, ഇതൊരു മനുഷ്യന്റെ ഖബറാണ്. എന്താണ് അവന്റെ പ്രത്യേകത? ബഅസ്തുഹു സാഇയൻ ഇലാ ആലി ഫുലാൻ, ഞാൻ അദ്ദേഹത്തെ ഇന്ന ഗോത്രത്തിലേക്ക് സദഖയുടെ ധനം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട്, സകാത്തിന്റെ ധനം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു? അവനെ നിയോഗിക്കുകയുണ്ടായി. ഫഗല്ല നമിറ, അവൻ എന്ത് ചെയ്തു? ഒരു പുതപ്പിന്റെ കാര്യത്തിൽ വഞ്ചന കാണിച്ചു. അവൻ എന്ത് ചെയ്തു? സദഖയും അതേപോലെ തന്നെ സകാത്തുമെല്ലാം ശേഖരിച്ചു, പക്ഷേ ഒരു കഷണം പുതപ്പിന്റെ കാര്യത്തിൽ അവൻ വഞ്ചന കാണിച്ചു.
നമ്മളെ ചതിച്ചു, അവനെന്ത് ചെയ്തു? പൊതുഖജനാവിൽ നിന്ന് കുറച്ച് മോഷ്ടിച്ചു എന്നർത്ഥം. ഇപ്പൊ ഇതാ നരകത്തിൽ ഖബറിൽ കിടക്കുമ്പോൾ തീയിനാലുള്ളതായ അതുപോലുള്ള തീയിനാലുള്ള ഒന്നുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? പടച്ചട്ട പോലെ അവന് ധരിപ്പിച്ചിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹവസിച്ച വ്യക്തിയാണ്. പക്ഷേ ഒരു ചെറിയ സാമ്പത്തിക വിഷയത്തിൽ അദ്ദേഹം ക്രമക്കേട് കാണിച്ചു, അദ്ദേഹത്തിന് ശിക്ഷയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ വഫീ മുസ്നദിഹി, ഇമാം അഹ്മദിന്റെ മുസ്നദിൽ വീണ്ടും കാണാം, അയ്ദൻ മിൻ ഹദീസ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മറർതു ലൈലത ഉസ്രിയ ബി അലാ ഖൗമിൻ തുഖറദു ശഫാഹുഹും ബിമഖാരിദ് മിൻ നാരിൻ. ഇസ്രാഇന്റെ രാത്രിയിൽ എന്നെ ഇസ്രാ ചെയ്യിപ്പിച്ചതായ, രാപ്രയാണം നടത്തിയതായ രാത്രിയിൽ ഞാൻ ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ നടന്നു. അവരുടെ ചുണ്ടുകൾ നരകത്തിന്റെ തീയിനാലുള്ള കത്രികകൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? മുറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗം ആളുകളുടെ അരികിലൂടെ ഞാൻ നടന്നുപോയി. ഞാൻ ചോദിച്ചു, മൻ ഹഉല, ആരാണ് ഈ വിഭാഗം ആളുകൾ? അവര് പറഞ്ഞു, ഖുതബാഉം മിൻ ഉമ്മത്തിക മിൻ അഹ്ലി ദുനിയ, താങ്കളുടെ ഉമ്മത്തിലെ ഖതീബുമാരാണവർ. ജനങ്ങൾക്ക് ഉപദേശം കൊടുക്കുന്ന, ജനങ്ങളോട് നന്മ കൽപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഖതീബുമാരാണവർ. ദുനിയാവിന്റെ ആളുകളിൽപ്പെട്ട താങ്കളുടെ ഉമ്മത്തിലുള്ള ഖതീബുമാരാണവർ. കാനൂ യഅ്മുറൂന അന്നാസ ബിൽ ബിർ, അവർ ജനങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. വയൻസൗന അൻഫുസഹും, സ്വന്തം കാര്യം അവർ മറന്നുകളയുമായിരുന്നു. അങ്ങനെയുള്ള ആളുകളാണ്. അഫലാ യഅഖിലൂൻ, അവർ ചിന്തിക്കുന്നില്ലേ, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ഇമാം അൽബാനി റഹിമഹുല്ലാ സ്വഹീഹാക്കിയിരിക്കുന്നതായ ഹദീസാണ്. വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ്. അപ്പൊ നന്മയും തിന്മയും മനസ്സിലാക്കുകയും അത് കൽപ്പിക്കുന്നതിനോട് കൂടെ നാം പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ, നാം അള്ളാഹുവിന്റെ മഗ്ഫിറത്തിനെ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടിരുന്നാൽ അപകടമുണ്ടാകും, അള്ളാഹുവിന്റെ ശിക്ഷ ലഭിക്കുമെന്ന് തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വഫീഹി അയ്ദൻ മിൻ ഹദീസിഹി ഖാൽ, വീണ്ടും ഇമാം അഹ്മദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മാ ഉരിജ ബി, എന്നെ മിഅ്റാജ് നടത്തിയതായ സമയത്തില്, മിഅ്റാജിന്റെ രാത്രിയിൽ, മറർതു ബി ഖൗമിൻ, ഞാൻ ഒരു സമൂഹത്തിന്റെ അരികിലൂടെ നടന്നുപോയി, ലഹും അദ്ഫാറും മിൻ നുഹാസ്, അവർക്ക് ചെമ്പ് കൊണ്ടുള്ളതായ, ലോഹം കൊണ്ടുള്ളതായ നഖങ്ങളുണ്ട്. യഖ്മശൂന ബിഹാ വുജൂഹഹും വസുദൂറഹും, അവർ അതുകൊണ്ട് അവരുടെ മുഖങ്ങളും നെഞ്ചും എല്ലാം വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹഉലാഇ യാ ജിബ്രീൽ, ജിബ്രീലേ, ആരാണ് ഈ വിഭാഗം എന്ന് ഞാൻ ചോദിച്ചു. ഫഖാൽ ഹഉലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസ് വയഖഊന ഫി അഅറാളിഹിം, അവർ ജനങ്ങളുടെ പച്ചമാംസം ഭക്ഷിച്ചുകൊണ്ടിരുന്ന ആളുകളാണ്. ജനങ്ങളുടെ ഗീബത്തുകൾ, കുറ്റങ്ങൾ, കുറവുകൾ സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളാണ് അവർ. ജനങ്ങളുടെ അഭിമാനങ്ങളെ പിച്ചു ചീന്തിയവരാണ്. അവരുടെ അഭിമാനത്തിന് കോട്ടം തെറ്റുന്ന രീതിയിൽ സംസാരിച്ച ആളുകളാണ്. അവർക്കുള്ള ശിക്ഷയാണിത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയപ്പെട്ടു. വഫീഹി അയ്ദൻ അൻഹു ഖാൽ, വീണ്ടും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്സിറു അൻ യഖൂൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി പറയുമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. എന്താണ്? യാ മുഖല്ലിബൽ ഖുലൂബ് വൽ അബ്സാർ തബ്ബിത് ഖൽബി അലാ ദീനിക്, കണ്ണുകളും ഹൃദയവുമെല്ലാം മാറ്റിമറിച്ചു കൊണ്ടിരിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ എന്നെ നീ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന് നബി ധാരാളമായി ദുആ ചെയ്യുമായിരുന്നു. അള്ളാഹുവിൽ നിന്ന് വഹ്യ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി അള്ളാഹുവിനോട് ചോദിക്കുമായിരുന്നു, അള്ളാഹു എന്നെ നീ വഴിതെറ്റിച്ച് കളയല്ലേ, നിന്റെ മാർഗത്തിൽ എന്നെ അടിയുറപ്പിച്ചു നിർത്തണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പൊ ഫഖുൽനാ യാ റസൂലല്ലാഹ്, ഞങ്ങൾ ചോദിച്ചു, അള്ളാഹുവിന്റെ ദൂതരെ, ആമന്നാ ബിക വമാ ജിഅത ബി, താങ്കളിലും താങ്കൾ കൊണ്ടുവന്നിരിക്കുന്ന സന്ദേശത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ഞങ്ങൾ മുഅ്മിനീങ്ങളായിരിക്കുന്നു. ഫഹൽ തഖാഫു അലൈന, എന്നിട്ടും താങ്കൾ ഞങ്ങളെ സംബന്ധിച്ച് പേടിക്കുന്നുണ്ടോ? ഞങ്ങൾ വഴികേടിൽ അകപ്പെട്ടു പോകും,
എന്ന് താങ്കൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നഅം, അതെ, ഇന്നൽ ഖുലൂബ ബൈന ഉസ്ബുഐനി മിൻ അസ്വാബിഇല്ലാ യുഖല്ലിബുഹാ കൈഫ യശാ, തീർച്ചയായും ഹൃദയങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിരലുകളിൽ നിന്ന് 2 വിരലുകൾക്ക് ഇടയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ അതിനെന്ത് ചെയ്യും? തിരിച്ചുകൊണ്ടിരിക്കും. അപ്പോ മനുഷ്യൻ വഴിതെറ്റിപ്പോകാൻ വളരെ എളുപ്പമാണ്. ആരും നിർഭയത്വത്തിൽ ഇരിക്കേണ്ടതില്ല. എത്ര നന്മ ചെയ്യുന്നവരാണെങ്കിലും, എത്ര നല്ല കുടുംബത്തിൽ പിറന്നവനാണെങ്കിലും, എത്ര സാമ്പത്തിക ശേഷിയുള്ളവനാണെങ്കിലും, എത്ര ഇൽമുള്ളവനാണെങ്കിലും ആരും എന്ത് ചെയ്യേണ്ടതില്ല? നിർഭയമായിട്ട് ഇരിക്കേണ്ടതില്ല. വഴികേടിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും എന്ത് ചെയ്തേക്കാം? അപകടത്തിൽപ്പെട്ടു പോയേക്കാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പഠിപ്പിച്ചു. വഫീഹി അയ്ളൻ അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ലി ജിബ്രീൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഇമാം അഹ്മദ് തന്നെ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു, മാലി ലം അറ മീകാഈല ളാഹികൻ ഖത്ത്, എന്താണ് മീകായിൽ അലൈഹിസ്സലാമിനെ ചിരിക്കുന്നവനായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, മീകായിലിനെ ചിരിക്കുന്ന അവസ്ഥയിൽ കണ്ടിട്ടില്ലല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിച്ചു. ഖാൽ, പറഞ്ഞു, മാ ളഹിക മുൻദു ഖുലിഖത്തിൻ നാർ, നരകം സൃഷ്ടിക്കപ്പെട്ടതിൽ പിന്നെ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറുപടി കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം നരകത്തിന്റെ ഭയാനകത അറിഞ്ഞുകൊണ്ട്, അതിന്റെ ഭീകരത മനസ്സിലാക്കിക്കൊണ്ട്, അത് കണ്ടു മനസ്സിലാക്കി മീകായിൽ അലൈഹിസ്സലാം പിന്നീട് ഒരിക്കലും കരഞ്ഞിട്ടില്ല. നരകം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്, നിലവിൽ നരകമുണ്ട് എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. മലായിക്കത്ത് ചിരിക്കും എന്നുള്ളതിന് ഈ ഹദീസിൽ തെളിവുണ്ട്. അപ്പോ പ്രധാനപ്പെട്ട നമ്മുടെ വിഷയം ഇതാണ്. മലായിക്കത്ത്, അള്ളാഹുവിന്റെ അടുപ്പം സിദ്ധിച്ചിരിക്കുന്ന മലായിക്കത്ത് വരെയും നരകത്തെ സംബന്ധിച്ച് ഓർത്തിട്ട് അത്ര ഭയപ്പാടിലാണ്. അവർ നന്മ മാത്രം ചെയ്യുന്നവരാണ്. ഒരു കാര്യത്തിലും അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കാത്തവരാണ് മലായിക്കത്ത്. അങ്ങനെയുള്ള മലായിക്കത്ത് വരെയും നരകത്തെ പേടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. നരകം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ അവർ കരഞ്ഞിട്ടില്ല, ചിരിച്ചിട്ടില്ല എന്ന് മീകായിൽ അലൈഹിസ്സലാമിനെ സംബന്ധിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്. വഫീ സ്വഹീഹി മുസ്ലിമിൻ, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അൻഹു ഖാൽ, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഅതാ ബി അൻഅമി അഹ്ലി ദുനിയ മിൻ അഹ്ലി നാർ ഫയുസ്ബഗു ഫിൻ നാരി സുബ്ഗ, നരകത്തിന്റെ ആളുകളിൽപ്പെട്ട ചില ആളുകളെ കൊണ്ടുവരപ്പെടും. ദുനിയാവിൽ അവർ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾ അനുഭവിച്ച ആളുകളാണ്. ദുനിയാവിൽ വലിയ അള്ളാഹുവിന്റെ നിഅമത്തുകൾ, സുഖാഡംബരങ്ങളിൽ മുഴുകി ജീവിച്ച നരകത്തിന്റെ അവകാശികളായ ആളുകളെ കൊണ്ടുവരപ്പെടുകയും എന്നിട്ട് നരകത്തെ ഒന്ന് അവരെ ആസ്വദിപ്പിക്കും. ഒന്ന് ചെറിയ രീതിയിൽ എന്ത് ചെയ്യും? നരകത്തിന്റെ ശിക്ഷയെ അവർക്കൊന്ന് കാണിച്ചു കൊടുക്കും. ഈ സന്ദർഭത്തിൽ എന്നിട്ട് അവരോട് ചോദിക്കും, സുമ്മ യുഖാലു ല യബ്ന ആദം ഹൽ റഅയ്ത ഖൈറൻ ഖത്ത്, നീ എന്തെങ്കിലും ഖൈർ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും നന്മ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആസ്വാദ്യകരമായ എന്തെങ്കിലും നീ ഭൂമിയിൽ വെച്ച് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും അവനോട്. ആരോടാണ് ചോദിക്കുന്നത്? ഭൂമിയിൽ ഉള്ള സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച വ്യക്തിയോട്, ഭൂമിയിലുള്ള സകല അനുഗ്രഹങ്ങളും നല്ല രീതിയിൽ ആസ്വദിച്ച ഒരു വ്യക്തിയോട് നരകത്തിന്റെ ശിക്ഷ കാണിച്ചു കൊടുത്തിട്ട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും ഖൈർ കണ്ടിട്ടുണ്ടോ? ആ മനുഷ്യൻ പറയും, ഹൽ മർറ ബിക നഈമുൻ ഖത്ത്, എന്തെങ്കിലും അനുഗ്രഹങ്ങളിലൂടെ, അനുഗ്രഹത്തിന്റെ അരികിലൂടെയെങ്കിലും നീ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ അവൻ പറയും, ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല, അല്ലാഹുവാണ് സത്യം റബ്ബേ, ഒരു നന്മയും ഒരു അനുഗ്രഹവും എനിക്ക് ലഭിച്ചിട്ടില്ല. വയുതാ ബി അശദ്ദിൻ നാസി ബുഅസൻ ഫി ദുനിയ മിൻ അഹ്ലിൽ ജന്ന, നരകത്തിന്റെ അവകാശികളായ എന്നാൽ ദുനിയാവിൽ വെച്ച് കഠിനമായ പ്രയാസങ്ങൾ അനുഭവിച്ച, ബുദ്ധിമുട്ടുകൾ നേരിട്ട ആളുകളെയും കൊണ്ടുവരപ്പെടും. അങ്ങനെ ഫയുസ്ബഗു ഫി അൽ ജന്നത്തി സുബ്ഗ, അങ്ങനെ സ്വർഗത്തിന്റെ ചില ആസ്വാദനങ്ങൾ അവർക്ക് എന്ത് ചെയ്യും? ആസ്വദിപ്പിക്കും. ഫയുഖാലു ലഹു, എന്നിട്ട് അവനോട് പറയപ്പെടും, യാ ഇബ്ന ആദം, ഏ മനുഷ്യപുത്ര, ഹൽ റഅയ്ത ബുഅസൻ ഖത്ത്, നീ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ? ദുനിയാവിൽ വെച്ച് ഏറ്റവും വലിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും നേരിട്ട മനുഷ്യനോട് ചോദിക്കുകയാണ്, നീ എന്തെങ്കിലും പ്രയാസം അനുഭവിച്ചിട്ടുണ്ടോ?
ഹൽ മർറ ബിക ശിദ്ദത്തുൻ ഖത്ത്, എന്തെങ്കിലും ഒരു ശിദ്ദത്ത് പ്രയാസം നിന്റെ അരികിലൂടെയെങ്കിലും നടന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ലാ വല്ലാഹി യാ റബ്ബ്, ഇല്ല അല്ലാഹുവേ, ഒരു പ്രയാസവും ഞാൻ നേരിട്ടിട്ടില്ല. മാ മർറ ബി ബുസുൻ ഖത്ത്, ഒരു പ്രയാസവും ഒരു ദുരന്തവും എന്റെ അരികിലൂടെ പോയിട്ടില്ല. വലാ റഅയ്തു ശിദ്ദതൻ ഖത്ത്, ഒരു പ്രതിസന്ധിയും ഞാൻ കണ്ടിട്ടുമില്ല എന്ന് പറയും. വളരെ അത്ഭുതകരമായ ഒരു ഹദീസാണ്. അതായത് ദുനിയാവിൽ ഏറ്റവും കഠിനമായ പ്രയാസങ്ങളിലൂടെ സഞ്ചരിച്ച് സ്വർഗത്തിൽ എത്തപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവിടെ എത്തിക്കഴിയുമ്പോൾ അവൻ നേരിട്ടിരിക്കുന്ന പ്രയാസങ്ങൾ ഒന്നുമല്ല, അവനൊരു പ്രയാസവും അനുഭവിച്ചിട്ടില്ല എന്നുള്ളതായിരിക്കും അവന്റെ തോന്നൽ. നേരെ മറിച്ച് ദുനിയാവിന്റെ എല്ലാവിധ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ അവിടെ ചെല്ലുമ്പോ അവൻ ഒരു നന്മയും ആസ്വദിച്ചിട്ടില്ല എന്നത്. അപ്പോ ദുനിയാവിലെ സുഖങ്ങൾ, സൗകര്യങ്ങൾ അത് വെറും നൈമിഷികമായ വളരെ നിസ്സാരമായ ഒന്നാണ്. ദുനിയാവിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്നുമല്ല, വളരെ നിസ്സാരമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇമാം അഹ്മദ് റഹിമഹുല്ല ഉദ്ധരിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് അതിനുശേഷം ഇമാം അവറുകൾ കൊണ്ടുവരുന്നത്. മിൻ ഹദീസിൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. അദ്ദേഹം പറഞ്ഞു, ഖറജ്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ജനാസത്തി റജുലിൻ മിനൽ അൻസാർ, അൻസാറുകളിൽപ്പെട്ട ഒരു മനുഷ്യന്റെ ജനാസയുടെ കൂടെ ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെ ഞങ്ങൾ എന്ത് ചെയ്തു? ജനാസയെ വഹിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഫന്തഹൈന ഇലൽ ഖബർ, ഖബറിന്റെ അരികിലെത്തി ഞങ്ങൾ. പക്ഷേ വലമ്മാ യുൽഹദ്, ഖബർ താഴ്ത്തപ്പെട്ടിട്ടില്ല. ലഹിദ് ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വജലസ്നാ ഹൗല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ അരികിലിരുന്നു, ഞങ്ങൾ നബിയുടെ ചുറ്റുമിരുന്നു. കഅന്നഹു അലാ റൂസിന ത്വയ്ർ, ഞങ്ങളുടെ തലകളിൽ പക്ഷികൾ വന്നിരിക്കുമാർ നിശബ്ദരായിക്കൊണ്ട്. ഒരു മയ്യത്ത് ഞങ്ങളുടെ മുന്നിലുണ്ട്, അവിടെ ഖബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇരിക്കുന്നു, അതിന്റെ ചുറ്റും ഞങ്ങൾ നിശബ്ദരായി കൊണ്ടിരുന്നു. ഈ സന്ദർഭത്തിൽ വഫീ യദിഹി ഊദുൻ യൻകുതു ബിഹി ഫിൽ അർദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു വടിയുണ്ട്, നബി അതുകൊണ്ട് ഭൂമിയിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫറഫഅ റഅസഹു ഫഖാൽ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഇസ്തഈദു ബില്ലാഹി മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയെ തൊട്ട് നിങ്ങൾ അല്ലാഹുവിനോട് രക്ഷ ചോദിച്ചു കൊണ്ടിരിക്കണം. ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മർറതൈനി ഔ സലാസ, രണ്ടോ മൂന്നോ പ്രാവശ്യം നബി ഇത് ആവർത്തിച്ചു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുമ്മ ഖാൽ ഇന്നൽ അബ്ദൽ മുഅ്മിന ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ഒരു സത്യവിശ്വാസിയായ അടിമ അവൻ ദുനിയാവ് വിട്ട് ആഖിറത്തിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ, മരണം ആസന്നമായ സന്ദർഭത്തിൽ എന്നർത്ഥം. നസല ഇലൈഹി മലായികത്തും മിനസ് സമാഇ ബീദുൽ വുജൂഹ്, ആകാശലോകത്ത് നിന്ന് മലായികത്ത് ഇറങ്ങി വരും, നല്ല പ്രശോഭിതമായ മുഖമുള്ള മലായികത്ത്. ഒരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത്, അതിനുശേഷം ഉണ്ടാകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ വിശദീകരിക്കുകയാണ്. ഒരു മുഅ്മിനായ മനുഷ്യന്റെ മരണം എങ്ങനെയായിരിക്കും, അതിനുശേഷമുള്ള അവസ്ഥകൾ എന്തായിരിക്കും, നബി ഒരു ചിത്രം എന്നുള്ള നിലയിൽ, ഒരു വാഗ്മയ ചിത്രം പോലെ നബി പഠിപ്പിക്കുകയാണ്. അവന്റെ അടുക്കലേക്ക് മലായികത്ത്, വിശ്വാസിയായ മനുഷ്യനാണെങ്കിൽ നല്ല ശോഭയുള്ള മുഖവുമായി കൊണ്ട് മലായികത്ത് ഇറങ്ങി വരും. കഅന്ന വുജൂഹഹും ശംസ്, അവരുടെ മുഖങ്ങൾ സൂര്യനെ പോലെ തിളങ്ങുന്നതായിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനി അഹ്ലിൽ ജന്ന, അവർ വരുമ്പോൾ അവരുടെ കൂടെ സ്വർഗത്തിന്റെ ആളുകൾക്ക് ഉള്ള കഫൻ പുടവയുമായിട്ടാണ് അവർ വരുന്നത്. വഹനൂതും മിൻ ഹനൂതിൽ ജന്ന, സ്വർഗത്തിൽ നിന്നുള്ളതായ നല്ല സുഗന്ധദ്രവ്യങ്ങളുമായിട്ടാണ് അവർ ഇറങ്ങി വരുന്നത്. ഹത്താ യജ്ലിസു മിൻഹു മദ്ദൽ ബസർ, എന്നിട്ട് ഈ മനുഷ്യന്റെ അടുക്കൽ വന്നിരിക്കും, കണ്ണെത്താ ദൂരത്തേക്ക് ഇങ്ങനെ നീണ്ട് അവർ ഇരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, അവസാനം മലക്കുൽ മൗത്ത് അവന്റെ അടുക്കലേക്ക് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസിഹി ഫയഖൂൽ, എന്നിട്ട് മലക്കുൽ മൗത്ത് വന്നിട്ട് ഈ മനുഷ്യന്റെ തലയുടെ ഭാഗത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, ഉഖ്റുജി അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ശാന്തി അണഞ്ഞ സമാധാനം നേടിയ റൂഹേ ഇറങ്ങി വരൂ, മനസ്സെ ഇറങ്ങി വരൂ എന്ന് പറയും. ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വ റിദ്വാൻ,
അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക്, അള്ളാഹുവിന്റെ തൃപ്തിയിലേക്ക് കടന്നു വരൂ എന്ന് ഈ റൂഹിനോട് പറയും. ഫതഖ്റുജു തസീലു കമാ തസീലുൽ ഖത്റതു മിൻ ഫീ സിഖാഇ ഫയഖുദുഹാ. ഈ റൂഹ് ആ ശരീരത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. ഏതുപോലെ പാനപാത്രത്തിൽ നിന്ന് വെള്ളത്തിന്റെ തുള്ളികൾ എത്ര സുഗമമായി കൊണ്ടാണോ പുറത്തേക്ക് ഒഴുകി വരുന്നത്, ഇതേപോലെ ആ റൂഹ് ആ ജസദിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. അങ്ങനെ വരുമ്പോ ഫയഖുദുഹാ, ആ മലക്ക് എന്ത് ചെയ്യും? അതിനെ പിടിക്കും, ആ റൂഹ് കൈപ്പിടിക്കലാക്കും. ഫഇദാ അഖദഹാ ലം യദഊഹാ ഫീ യദിഹി തർഫത ഐനിൻ ഹത്താ യഖുദൂഹാ ഫയജ്അലുഹാ ഫീ ദാലികൽ കഫനി വഫീ ദാലികൽ ഹനൂത്. അത് പുറത്തേക്ക് വരേണ്ട താമസം, കണ്ണ് ചിമ്മുന്ന താമസം, അപ്പോഴത്തേക്കും എന്ത് ചെയ്യും? ആ പുറത്ത് വരുമ്പോ തന്നെ ആ റൂഹ് മലക്ക് പിടിക്കുകയും അവർ കൊണ്ടുവന്നിരിക്കുന്നതായ ആ കഫനിലേക്കും സുഗന്ധദ്രവ്യങ്ങളിലേക്കും അതിനെ പൊതിയുകയും ചെയ്യും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വയഖ്റുജു മിൻഹാ കഅത്യബി നഫഹത്തി മിസ്കിൻ വുജിദത് അലാ വജ്ഹിൽ അർദ്. ഈ സന്ദർഭത്തിൽ ഭൂമിയിൽ ലഭ്യമായ ഏറ്റവും അത്വയബായ, ഏറ്റവും നല്ല മിസ്കിന്റെ, ഏറ്റവും നല്ല കസ്തൂരിയുടെ സുഗന്ധം അതിൽ നിന്ന് അടിച്ചു വീശും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയസ്അദൂന ബിഹാ. അങ്ങനെ മലായികത്ത് ഈ റൂഹുമായിട്ട് ആകാശലോകത്തേക്ക് കയറിപ്പോകും. ഫലാ യമറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായികത്തി ഇല്ലാ ഖാലൂ മാ ഹാദിഹി റൂഹു ത്വയ്യിബ. അങ്ങനെ ആകാശലോകത്ത് ധാരാളം മലായികത്തുണ്ട്. മലായികത്തിന്റെ വ്യത്യസ്തങ്ങളായ കൂട്ടങ്ങളുണ്ട്. ഏത് കൂട്ടത്തിന്റെ അരികിലൂടെ പോയാലും ആ കൂട്ടം ആളുകൾ ചോദിക്കും, ഇതിൽ നിന്ന് നല്ല സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടാകും. അവര് ചോദിക്കും, ഏതാണ് ഈ ത്വയ്യിബത്തായ പരിശുദ്ധമായ ഈ റൂഹ്, ഏതാണ്, ആരുടേതാണെന്ന് ചോദിക്കും. അവര് പറയും, റൂഹു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ മകൻ, ഇന്ന മനുഷ്യന്റെ റൂഹാണിത് എന്ന് പറയും. ബി അഹ്സനി അസ്മാഇഹി അല്ലതി കാനൂ യുസമ്മൂനഹു ബിഹാ ഫി ദുനിയ. ദുനിയാവിൽ അവനെ വിളിക്കുന്ന നാമങ്ങളിൽ ഏറ്റവും നല്ല പേര് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? മറുപടി പറയും. ഹത്താ യൻതഹു ബിഹാ ഇല സമാഇ ദുനിയ. അങ്ങനെ അവർ ഈ റൂഹുമായിട്ട് സമാഉ ദുനിയയിലെത്തും, ഒന്നാമത്തെ ആകാശത്തിലെത്തും. അങ്ങനെ ഫയസ്തഫ്തഹൂന ലഹു ഫയുഫ്തഹു ലഹു. അങ്ങനെ ഇവന് വേണ്ടിയിട്ട് വാതിൽ തുറക്കപ്പെടാൻ ആവശ്യപ്പെടും. അങ്ങനെ വാതിൽ തുറക്കപ്പെടും. ഫയുശയ്യിഉഹു മിൻ കുല്ലി സമാഇൻ മുഖല്ലിബൂഹാ ഇല സമാഇ അല്ലതി തലീഹാ. അങ്ങനെ ഈ റൂഹിനെ അനുഗമിച്ചുകൊണ്ട് ആ ഓരോ ആകാശത്തുമുള്ളതായ മുഖറബീങ്ങളായ മലായികത്ത് എന്ത് ചെയ്യും? അടുത്ത ആകാശം വരെയും ഈ റൂഹിനെ അനുഗമിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ എസ്കോട്ട് പോലെ എന്ത് ചെയ്യും? പോകും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഓരോ ആകാശങ്ങളും കടന്ന് പോകും. ഹത്താ യന്തഹിയ ബിഹി ഇല സമാഇ സാബിഅ. അങ്ങനെ ഏഴാം ആകാശത്തെത്തും. ഏഴാം ആകാശത്തെത്തിയാൽ ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറയും, ഉക്തുബു കിതാബ അബ്ദി ഫീ ഇല്ലിയീൻ. എന്റെ ഈ അടിമയുടെ രേഖകൾ ഇല്ലിയീനിൽ രേഖപ്പെടുത്തി വെക്കുക. വഅഈദുഹു ഇലൽ അർദ്. ഇവനെ ഭൂമിയിലേക്ക് മടക്കുകയും ചെയ്യുക. ഈ റൂഹിനെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തോ? മടക്കി വിടുക. ഫഇന്നി മിൻഹാ ഖലഖ്തുഹും വഫീഹാ ഉഈദുഹും വമിൻഹാ ഉഖ്രിജുഹും താറത്തൻ ഉഖ്റ. ഭൂമിയിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് ഇവനെ നാം എന്ത് ചെയ്തത്? സൃഷ്ടിച്ചത്. അതിലേക്ക് നാം എന്ത് ചെയ്യുന്നു? ഇവനെ വീണ്ടും മടക്കുന്നു. അതിൽ നിന്ന് വീണ്ടും ഒരിക്കൽ കൂടി അവന് ജീവൻ നൽകുകയും ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അങ്ങനെ ഹദീസിന്റെ റാവി പറയുകയാണ്, ഫതുആദു റൂഹുഹു ഫയഅതീഹി മലക്കാൻ. ഈ ജസദിലേക്ക് വീണ്ടും റൂഹിനെ കൊടുക്കും. ഈ ഖബറിൽ വെക്കപ്പെട്ടതായ ജസദിലേക്ക് വീണ്ടും എന്ത് ചെയ്യും? റൂഹിനെ കൊടുക്കപ്പെടും, മടക്കപ്പെടും. അങ്ങനെ രണ്ട് മലക്ക് ഈ മനുഷ്യന്റെ അരികിലേക്ക് എത്തും. ഫയുജ്ലിസാനിഹി ഫയഖൂലാനി ല. എന്നിട്ട് ഈ മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് അവർ രണ്ടുപേരും ചോദിക്കും, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും റബ്ബി അല്ലാഹു അസ്സ വജൽ, അത്യുന്നതനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്റെ റബ്ബ് എന്ന് മറുപടി പറയും. ഫയഖൂലാനി ലഹു മാ ദീനുക്. വീണ്ടും ഈ രണ്ട് മലക്ക് ചോദിക്കും, ഏതാണ് നിന്റെ ദീൻ? ഫയഖൂൽ ദീനിയൽ ഇസ്ലാം, ഇസ്ലാമാണ് എന്റെ ദീൻ എന്ന് പറയും. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുലു അല്ലദീ ബുഇസ ഫീകും. നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്? അദ്ദേഹം പറയും, ഹുവ മുഹമ്മദുൻ റസൂലുള്ളാഹ്, ഇത് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഫയഖൂലാനി ലഹു, അവർ രണ്ടുപേരും ഇവനോട് ചോദിക്കും, വമാ ഇൽമുക്, എന്താണ് നിന്റെ ഇൽമ്, നിന്റെ വിജ്ഞാനം എന്താണ് ഇതിനെ സംബന്ധിച്ച്? അദ്ദേഹം പറയും, ഖറഅതു കിതാബല്ലാഹി അസ്സ വജൽ
ഫആമൻതു ബിഹി വസദ്ദഖ്തു, ഞാൻ അല്ലാഹുവിന്റെ കിതാബ് വായിച്ചു, അത് വിശ്വസിച്ചു, മാത്രമല്ല അതിനെ സത്യപ്പെടുത്തുകയും ഞാൻ ചെയ്തു. ഫയുനാദി മുനാദിം മിനസ് സമാ, ഇങ്ങനെ മറുപടി പറയുന്ന സന്ദർഭത്തിൽ ആകാശലോകത്ത് നിന്ന് ഒരു വിളിയാളമുണ്ടാകും. വിളിച്ചു പറയും ഉറക്കെ, അൻ സദഖ അബ്ദി, എന്റെ അടിമ ഇതാ സത്യം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിഷൂ ലഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു വിരിപ്പ് അവന് നീ വിരിച്ചു കൊടുക്കണം. വഅൽബിസൂഹു മിനൽ ജന്ന, സ്വർഗ്ഗത്തിൽ നിന്നുള്ളതായ വസ്ത്രങ്ങൾ അവന് നിങ്ങൾ അണിയിക്കണം. മാത്രമല്ല വഫ്തഹൂ ലഹു ബാബൻ ഇലൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് ഒരു വാതിൽ നിങ്ങൾ അവന് വേണ്ടിയിട്ട് തുറന്നു കൊടുക്കണം. ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫയഅതീഹി മിൻ റൗഹിഹാ വതയ്ബിഹാ, അപ്പോ വാതിലുകൾ തുറക്കപ്പെടുന്ന സന്ദർഭത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നുള്ള നല്ല വാസന, നല്ല പരിമളം അവിടേക്ക് അടിച്ചു വീശുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വയുഫ്സഹു ലഹു ഫീ ഖബ്രിഹി മദ്ദ ബസരി, അവന്റെ കണ്ണ് നോക്കിയാൽ എത്തുന്ന ദൂരത്തോളം അവന്റെ ഖബറിനെ അവനക്ക് വിശാലമാക്കപ്പെടും എന്നും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വയഅതീഹി റജുലുൻ ഹസനുൽ വജ്ഹ്, ഈ സന്ദർഭത്തിൽ ചോദ്യമെല്ലാം അവസാനിച്ചു. സ്വർഗ്ഗത്തിന്റെ അനുഗ്രഹങ്ങൾ അവൻ അനുഭവിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരും. ഹുസ്നു സിയാബ്, നല്ല വസ്ത്രം ധരിച്ച ഒരാളാണ് വരുന്നത്. ത്വയ്യിബുർ റീഹ്, നല്ല സുഗന്ധമുള്ള ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വരും. ഫയഖൂൽ, എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദീ യുസിറുക്, നിന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം കൊണ്ട് നീ സന്തോഷിച്ചു കൊള്ളുക. ഹാദാ യൗമുകല്ലദീ കുന്ത തുഅദ്, നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരിക്കുന്ന ദിവസം ഇതാ, ഇത് തന്നെയാണ്, ആ ദിവസം നിനക്ക് എത്തിയിരിക്കുന്നു. ഫയഖൂൽ മൻ അന്ത ഫവജ്ഹുകൽ വജ്ഹുല്ലദീ യജീഉ ബിൽ ഖൈർ, ആരാണ് നീ, ഈ വലിയ നന്മ നേർന്നുകൊണ്ട് വന്നിരിക്കുന്ന ഈ മുഖം, നല്ലൊരു മുഖം ഇതാരുടേതാണ് എന്ന് ചോദിക്കും. ഫയഖൂൽ, അപ്പോൾ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിന്റെ അമലു സ്വാലിഹാത്തുകളാണ്, നീ ദുനിയാവിൽ വെച്ച് പ്രവർത്തിച്ചിരിക്കുന്ന നന്മയായ സ്വാലിഹായ അമലുകളാണ് ഞാൻ. അത് ഒരു മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെടുന്നതാണ്. ഫയഖൂൽ റബ്ബി അഖിമിസ് സാഅ, ഈ സന്ദർഭത്തിൽ ഈ മയ്യിത്ത് അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുവേ പെട്ടെന്ന് നീ ഖിയാമത്ത് നാൾ ഉണ്ടാക്കണമേ. റബ്ബി അഖിമിസ് സാഅ ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, റബ്ബേ പെട്ടെന്ന് നീ ഖിയാമത്ത് നാൾ ഉണ്ടാക്ക്. എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് എന്റെ അഹ്ലിലേക്കും എന്റെ കുടുംബത്തിലേക്കും എന്റെ സമ്പാദ്യത്തിലേക്കും എല്ലാം മടങ്ങി ചെല്ലുവാൻ. അപ്പൊ ഈ രീതിയിലായിരിക്കും ഒരു സത്യവിശ്വാസിയായ നന്മകൾ ചെയ്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുകയും ഖബറിൽ പ്രവേശിപ്പിക്കപ്പെടുകയും എല്ലാം ചെയ്യുന്നതായ അവസ്ഥകൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദമായിട്ട് പറഞ്ഞു. അതിനുശേഷം വീണ്ടും പറഞ്ഞു, ഖാൽ വഇന്നൽ അബ്ദൽ കാഫിർ, എന്നാൽ ഒരു കാഫിറായ മനുഷ്യൻ, ചില റിപ്പോർട്ടുകളിൽ മുജ്രിമായ തിന്മകൾ ചെയ്ത മനുഷ്യൻ എന്നും കാണാം. കാഫിറായ ഒരു മനുഷ്യൻ, അവൻ ഇദാ കാന ഫി ഇൻഖിതാഇൻ മിനദ് ദുനിയാ വ ഇഖ്ബാലിൻ മിനൽ ആഖിറ, ദുനിയാവ് വിടുകയും ആഖിറത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതായ സന്ദർഭത്തിൽ നസല ഇലൈഹി മലായികത്തും മിനസ് സമാ, അപ്പോഴും ആകാശലോകത്ത് നിന്ന് ചില മലായികത്ത് ഇറങ്ങി വരും. സൂദുൽ വുജൂഹ്, അവരുടെ മുഖം കറുത്ത് കരുവാളിച്ചതായ മുഖമായിരിക്കും. മഅഹുമുൽ മസൂഹ്, അവരുടെ കയ്യിൽ ഒരുതരം പുതപ്പുണ്ടാകും, ദുർഗന്ധം വമിക്കുന്നതായ ഒരുതരം പുതപ്പാണ് അവരുടെ കയ്യിൽ ഉണ്ടാകുന്നത്. അങ്ങനെ ഫയജിലിസൂന മിൻഹു മദ്ദൽ ബസർ, ഈ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെ അരികിൽ കണ്ണെത്താ ദൂരത്തോളം അവരിങ്ങനെ നീണ്ടിരിക്കും. സുമ്മ യജീഉ മലക്കുൽ മൗത്ത്, അതിനുശേഷം മലക്കുൽ മൗത്ത് അവന്റെ അരികിലേക്ക് വരും. ഹത്താ യജ്ലിസ ഇൻദ റഅസി, എന്നിട്ട് ഈ മനുഷ്യന്റെ തലയുടെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് പറയും, ഫയഖൂൽ അയ്യതുഹൻ നഫ്സുൽ ഖബീസ, ഏ മോശപ്പെട്ട നഫ്സേ, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബ്, അല്ലാഹുവിന്റെ കോപത്തിലേക്ക് അല്ലാഹുവിന്റെ ദേഷ്യത്തിലേക്ക് നീ ഇറങ്ങി വരൂ എന്ന് ഈ റൂഹിനോട് പറയപ്പെടും. ഖാൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫതഫറഖ ഫീ ജസദി, ഈ സന്ദർഭത്തിൽ റൂഹ് അവന്റെ ശരീരത്തിലേക്കൊന്ന് ഉൾവലിയുമെന്നാണ്. റൂഹ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കാത്ത രീതിയിൽ എന്ത് ചെയ്യും? ശരീരത്തിന്റെ ഉള്ളിലേക്കൊന്ന് ഉൾവലിയും. ഫയന്തസിഉഹാ കമാ യന്തസിഉ അസ്സുഫൂദ് മിന സൂഫിൽ മുബ്തൽ, അപ്പോ ഈ റൂഹിനെ മലായികത്ത് വലിച്ചൂരിയെടുക്കും. ഏതുപോലെയാണ് വലിച്ചൂരിയെടുക്കുന്നത്? നനഞ്ഞ ഒരു കമ്പിളിയിൽ നിന്ന്, നനഞ്ഞ ഒരു കമ്പിളി വസ്ത്രത്തിൽ നിന്ന് ഒരു മുള്ളിനെ
ഒരു കമ്പി, മുള്ളുകൾ ചുറ്റപ്പെട്ട ഒരു കമ്പിയെ എങ്ങനെയാണോ വലിച്ചൂരിയെടുക്കുന്നത്, നനഞ്ഞ ഒരു പുതപ്പ് കമ്പിളി, അതിൽ നിന്ന് ഒരു മുള്ളുകൾ ഉള്ളതായ കമ്പിയെ എങ്ങനെയാണോ വലിച്ചൂരിയെടുക്കുന്നത്, എത്ര പ്രയാസകരമായിരിക്കുമോ അതേപോലെ ഇവന്റെ റൂഹിനെ വലിച്ചൂരപ്പെടും. ഈ സന്ദർഭത്തിൽ ചില റിപ്പോർട്ടുകളിൽ കാണാം അവന്റെ ഞരമ്പുകളും അവന്റെ നാഡികളുമെല്ലാം ഈ സന്ദർഭത്തിൽ പൊട്ടിപ്പോകും എന്ന് ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും. ഫയഖുദുഹ, അങ്ങനെ റൂഹിനെ മലക്കുൽ മൗത്ത് പിടിക്കും. ഫഇദാ അഖദഹാ ലം യദഉഹാ ഫീ യദി, പുറത്തേക്ക് വന്നാൽ കയ്യിൽ ഒരു നിമിഷം പോലും വെക്കുകയില്ല. ത്വർഫത ഐനിൻ, കണ്ണു ചിമ്മുന്ന സമയത്തേക്ക് വരെയും കയ്യിൽ വെക്കാതെ ഹത്താ യജഅലുഹാ ഫീ തിൽകൽ മസൂഹ്, അവർ കൊണ്ടുവന്നിരിക്കുന്നതായ ആ പുതപ്പിലേക്ക് അവരെന്ത് ചെയ്യും, ഈ റൂഹിനെ മാറ്റും. വയഖ്റുജു മിൻഹാ കഅൻതനി റീഹി ജീഫത്തിൻ വുജിദത് അലാ വജ്ഹിൽ അർള്, ഭൂമുഖത്ത് കാണപ്പെടുന്ന ലഭ്യമാകുന്ന ഏറ്റവും ദുർഗന്ധം വമിക്കുന്നതായ ഒരു ഡെഡ് ബോഡി, അതിന്റെ പോലുള്ളതായ റീഹ് വാസന അതിൽ നിന്ന് വമിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയസ്അദൂന ബിഹാ, എന്നിട്ട് ഈ റൂഹുമായിട്ട് മലായികത്ത് മുകളിലേക്ക് കയറിപ്പോകും. ഫലാ യമറൂന ബിഹാ അലാ മലഇൻ മിനൽ മലായികത്തി ഇല്ലാ ഖാലൂ മാ ഹാദിഹി റൂഹുൽ ഖബീസ, ഓരോ മലായികത്തിന്റെ കൂട്ടത്തിലൂടെയും നടന്നു പോകുമ്പോ ആ മലായികത്ത് ചോദിക്കും, ഇതേതാണ് ദുഷിച്ച ഈ നഫ്സ് റൂഹ്, ഇതാരുടേതാണെന്ന് ചോദിക്കും. അവർ പറയും, ഫയഖൂലൂൻ റൂഹു ഫുലാൻ ഇബ്നു ഫുലാൻ, ഇന്ന മനുഷ്യന്റെ മകൻ ഇന്ന മനുഷ്യന്റേതാണ്. ബിഅഖ്ബഹി അസ്മാഇഹി അല്ലതി കാന യുസമ്മാ ബിഹാ ഫിദ്ദുനിയ, ദുനിയാവിൽ അവന് വിളിക്കപ്പെടുന്ന ഏറ്റവും മോശപ്പെട്ട പേരിലായിരിക്കും പറയപ്പെടുന്നത്, മറുപടി പറയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അങ്ങനെ ഫയസ്തഫ്തിഹു ഫലാ യുഫ്തഹ് ലഹ്, ഒന്നാം ആകാശത്ത് ചെല്ലുമ്പോ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടും, പക്ഷേ അവന് വേണ്ടിയിട്ട് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. ثم قرأ رسول الله صلى الله عليه وسلم, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വായിച്ചു, ഖുർആൻ ഓതി, ലാ തുഫത്തഹു ലഹും അബ്വാബുസ് സമാ, അവർക്ക് ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയില്ല. വലാ യദ്ഖുലൂനൽ ജന്നത ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്ത്, മാത്രമല്ല അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയുമില്ല. ഒട്ടകം ഒരു സൂചിക്കുഴലിലൂടെ പ്രവേശിക്കുന്നതുവരെയും, ഒട്ടകം സൂചിക്കുഴലിലൂടെ പ്രവേശിക്കുക എന്നുള്ള സാധ്യമാണ്. അതേപോലെ തന്നെ ഈ കാഫിറായ മനുഷ്യൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, അവന് വേണ്ടി ആകാശത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയുമില്ല എന്നുള്ള ഈ ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. ഫയഖൂലുല്ലാഹ് അസ്സ വജൽ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഉക്തുബു കിതാബഹു ഫീ സിജ്ജീനിൻ വഫിൽ അർളി സുഫ്ലാ, ഏറ്റവും താഴെയുള്ള ഭൂമിയിൽ സിജ്ജീനിൽ ഇവന്റെ രേഖകൾ രേഖപ്പെടുത്തൂ എന്ന് പറയും. അങ്ങനെ ഫതുതുറഹു റൂഹുഹു തർഹ, അവന്റെ റൂഹിനെ വലിച്ചെറിയപ്പെടും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ സുമ്മ ഖറ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്ത് പാരായണം ചെയ്തു. വമൻ യുശ്രിക് ബില്ലാഹ്, ആരാണോ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നത്, ശിർക്ക് ചെയ്യുന്നവൻ ആരാണോ, അല്ലാഹുവിന്റെ ഏകത്വത്തെ വഹദാനിയത്തിനെ മനസ്സിലാക്കി അല്ലാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യാത്ത, അല്ലാഹുവിന് പുറമെ അല്ലാഹുവിന്റെ സൃഷ്ടികൾക്ക് ഇബാദത്തുകൾ അർപ്പിച്ച ശിർക്ക് ചെയ്ത ആളുകൾ, ആരാണോ അങ്ങനെ ശിർക്ക് ചെയ്തത്, ഫകഅന്നമാ ഖറ മിനസ് സമാ, ആകാശത്ത് നിന്ന് നിലംപതിച്ചവനെ പോലെയാണ്, ആകാശലോകത്ത് നിന്ന് താഴേക്ക് വീണവനെ പോലെയാണ് അവൻ. ഫതഖ്തഫുഹു ത്വയ്ർ, ആകാശത്ത് നിന്ന് വീണാൽ അവൻ എന്ത് ചെയ്യും, ഏതെങ്കിലും പക്ഷികൾ അവനെ റാഞ്ചിയെടുക്കും. ഔ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖിൻ, അതല്ലെങ്കിൽ കാറ്റ് അവനെ ഏതെങ്കിലും ദൂര സ്ഥലങ്ങളിലേക്ക്, ദിക്കുകളിലേക്ക്, കുണ്ടുകളിലേക്ക് കൊണ്ടുപോയി അവനെ അധപ്പതിപ്പിക്കും, തള്ളിയിടും എന്നുള്ള ആയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു. അങ്ങനെ ഫതുആദു റൂഹുഹു ഫീ ജസദി, അവന്റെ ജസദിലേക്ക് അവന്റെ റൂഹ് മടക്കപ്പെടും. വയഅതീഹി മലകാനി ഫയുജ്ലിസാനി ഹി ഫയഖൂലാനി ലാ, അങ്ങനെ രണ്ട് മലക്ക് വന്നിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിരുത്തും, എന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക്, ആരാണ് നിന്റെ റബ്ബ്? ഫയഖൂൽ, അവൻ പറയും, ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്റെ നാശമേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഫയഖൂലാനി ലഹു മാ ദീനുക്, വീണ്ടും അവർ ചോദിക്കും, ഏതാണ് നിന്റെ ദീൻ? ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് വീണ്ടും അവൻ പറയും. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുൽ അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്? ഫയഖൂൽ ഹാ ഹാ ലാ അദ്രി, എനിക്കറിയില്ല എന്ന് വീണ്ടും അവൻ പറയും. ഫയഖൂലാനി ലഹു മാ ഹാദർ റജുൽ അല്ലദീ ബുഇസ ഫീകും, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ മനുഷ്യൻ ആരാണ്?
അപ്പോൾ വീണ്ടും പറയും ഫയഖൂൽ ഹാഹ് ഹാഹ് ലാ അദ്രി, എനിക്കറിയില്ല എന്റെ നാശമേ എന്നെന്ത് ചെയ്യും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും. ഈ രണ്ട് ചോദ്യത്തിലും മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഖബറിൽ വെക്കപ്പെട്ടാൽ ചോദിക്കുന്ന 3 പ്രധാനപ്പെട്ട ചോദ്യം: അള്ളാഹു ആരാണ്, ദീൻ ഏതാണ്, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂൽ ഏതാണ്? ഇത് ഓരോ വിശ്വാസിയും നല്ല രീതിയിൽ അതിന്റെ ആശയം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കേണ്ടതുണ്ട്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. റളിതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ്യ. ദിവസത്തിൽ പല പ്രാവശ്യം പറയാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്ന ദിക്റാണ്. പ്രഭാതത്തിലും പ്രദോഷത്തിലും, ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ, അങ്ങനെ പല സന്ദർഭത്തിലും ഇത് പറയുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ദീന റബ്ബായി കൊണ്ട് ഞാൻ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ദീനായി കൊണ്ട് ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, നബിയായി കൊണ്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ തൃപ്തിപ്പെട്ടു. ആരാണ് റബ്ബ്, എന്താണ് റബ്ബ്, റബ്ബിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ, ദീനിനെ കുറിച്ച് അടിസ്ഥാനപരമായി അറിയേണ്ട കാര്യങ്ങൾ, അതേപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിയുകയും അതനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയും അനിവാര്യമാണ്. എങ്കിലേ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. വളരെ പ്രധാനപ്പെട്ട 3 അടിസ്ഥാന തത്വങ്ങളാണ് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ ഇതിനെ സംബന്ധിച്ചൊരു റിസാല തന്നെ എഴുതിയിട്ടുണ്ട്, ഈ 3 കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ പ്രസക്തമായ 3 ചോദ്യങ്ങളാണിത്. ഈ 3 ചോദ്യങ്ങൾക്കും മറുപടിയില്ലാതെ വളരെ ഭയവിഹ്വലനായിക്കൊണ്ട് ഈ മനുഷ്യൻ അട്ടഹസിച്ചു കൊണ്ടിരിക്കും. ഫയഖൂൽ, ഈ സന്ദർഭത്തിൽ ഫയുനാദി മുനാദിൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് വീണ്ടും ഒരു വിളിയാളം വരികയാണ്. മാഹാദർ റജുലുൽ, എന്താണ് പറയുന്നത്? അൻകദിബ അബ്ദി, എന്റെ അടിമ ഇതാ കളവ് പറഞ്ഞിരിക്കുന്നു, അവൻ വ്യാജം പറഞ്ഞിരിക്കുന്നു. ഫഫ്രിഷൂഹു ലഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ഒരു വിരിപ്പ് ഇവന് വിരിച്ചു കൊടുക്കണം. വഅൽബിസൂഹു മിനന്നാർ, നരകത്തിൽ നിന്നുള്ള വസ്ത്രം ഇവനെ അണിയിപ്പിക്കണം. വഫ്തഹു ലഹു ബാബൻ ഇലന്നാർ, നരകത്തിലേക്കുള്ള ഒരു കവാടം ഇവന് തുറന്നു കൊടുക്കണം. ഫയഅതീഹി മിൻ ഹർരിഹാ വസമൂമിഹാ, അപ്പോഴേക്കും അതിൽ നിന്നുള്ള, നരകത്തിൽ നിന്നുള്ള കഠിനമായ ചൂട്, അതിൽ നിന്ന് വമിക്കുന്നതായ ദുർഗന്ധം, ഇതെല്ലാം ഇവന്റെ ഖബറിലേക്ക് അടിച്ചു വീശും. വയുദീഖു അലൈഹി ഖബ്റു, ഖബർ അവനെ ഇടുക്കിക്കളയുന്നതാണ്. ഹത്താ തഖ്തലിഫു ഫീഹി അദ്ലാഉ, അവന്റെ വാരിയല്ലുകൾ കൂടി പിണഞ്ഞു പോകുമാറ് ഖബർ അവനെ ഞെരുക്കിക്കളയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വയഅതീഹി റജുലുൻ ഖബീഹുൽ വജ്ഹ്, ഈ സന്ദർഭത്തിൽ വളരെ മോശം മുഖമുള്ളതായ ഒരു മനുഷ്യൻ അവന്റെ അടുക്കലേക്ക് വരും. ഖബീഹു സിയാബ്, വളരെ മോശപ്പെട്ട വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത്. മുൻതിനു റീഹ്, ദുർഗന്ധം വമിക്കുന്നുണ്ട് അവന്റെ അടുക്കൽ നിന്ന്. ഫയഖൂൽ, എന്നിട്ട് പറയും, അബ്ശിർ ബില്ലദീ യസൂഉക്, നിന്നെ ദുഃഖിപ്പിക്കുന്ന കാര്യം കൊണ്ട് നീ സന്തോഷം അറിഞ്ഞുകൊള്ളുക. ഹാദാ യൗമുകല്ലദീ കുന്ത തുഅദ്, നിനക്ക് വാഗ്ദാനം നൽകപ്പെട്ടിരുന്നതായ ദിവസമാണ് ഈ വന്നെത്തിയിരിക്കുന്നത്. ഫയഖൂൽ, ഈ മനുഷ്യൻ ചോദിക്കും, വമൻ അന്ത ഫവജ്ഹുകൽ വജ്ഹുൽ ലദീ യജീഉ ബിശർ, ആരാണ് നീ, ഈ ദുഷിച്ച ഷർറായ വർത്തമാനവുമായി വന്നിരിക്കുന്ന ഈ മുഖം ഏതൊരു മുഖമാണ് എന്ന് ചോദിക്കും. അപ്പൊ പറയും, അന അമലുക്കൽ ഖബീർ, നീ ചെയ്തു കൂട്ടിയ, ഭൂമിയിൽ വെച്ച് നീ ചെയ്തിരിക്കുന്ന തിന്മയായ പ്രവർത്തികളാണിത്, നീ ചെയ്തിരിക്കുന്ന തിന്മകളാണിത്. ഫയഖൂൽ റബ്ബി ലാ തുഖിമിസ് സാഅ, ഈ മനുഷ്യൻ ദുആ ചെയ്യും, അല്ലാഹുവേ ഖിയാമത്ത് നാൾ നീ ഉണ്ടാക്കരുതേ എന്ന് പറയും. ഇവൻ ഖിയാമത്തിനെ നിഷേധിച്ചുകൊണ്ട് നടന്നവനാണ്. ഖബറിൽ വെക്കപ്പെട്ടപ്പോൾ ഇതേ രീതിയിൽ ഭീമമായ അദാബാണ് അനുഭവിക്കേണ്ടി വരുന്നത് എങ്കിൽ ഖിയാമത്ത് നാളിന് ശേഷം നരകത്തിലേക്ക് എറിയപ്പെട്ടാൽ ലഭിക്കുന്ന ശിക്ഷ അതിനേക്കാൾ കഠിനമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലാഹുവേ ഖിയാമത്ത് നീ ഉണ്ടാക്കരുതേ എന്നവൻ അല്ലാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അഹ്മദ് ഉദ്ധരിച്ച മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, സുമ്മ യുഖയ്യദു ലഹു അഅമ അസമ്മു അബ്കം, അതിനുശേഷം ഇവനെ ഒരു മനുഷ്യന് ഏൽപ്പിച്ചു കൊടുക്കും. ആ മനുഷ്യന് കണ്ണ് കാണാൻ പാടില്ലാത്ത ഒരു മലക്കാണ്, കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാനൊന്നും ശേഷിയില്ലാത്ത ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ ഫിയദിഹി മിർസബ്ബ, ആ മലക്കിന്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ടാകും. ലൗ ദുരിബ ബിഹാ ജബലൻ ലൗ ദറബ ബിഹാ ജബലൻ കാന തുറാബ, ആ ചുറ്റിക കൊണ്ട് ഒരു പർവ്വതത്തിന് ഒരു അടി കൊടുത്താൽ പർവ്വതം മണ്ണായി പോകും, അങ്ങനെയുള്ള ചുറ്റികയാണ്. അങ്ങനെ ഫയദ്രിബുഹു ദർബതൻ ഫയസീറു തുറാബ, ഈ ചുറ്റിക കൊണ്ട് അവനെ ഒരു അടിയടിക്കും, അടിക്കുമ്പോൾ അവൻ മണ്ണായി പോകും. സുമ്മ യുഈദുഹു അല്ലാഹു അസ്സ വജല്ല കമാ കാൻ, അതിനുശേഷം വീണ്ടും അവൻ അതേ രൂപത്തിലേക്ക് മടക്കപ്പെടും. ഫയദ്രിബുഹു ദർബതൻ ഉഖറ, വീണ്ടും ഒരു അടി
അവന് കൊടുക്കും. ഫയസീഹു സൈഹതൻ, ഈ സന്ദർഭത്തിൽ ഈ മയ്യത്ത് അട്ടഹസിച്ചുകൊണ്ട് വലിയൊരു ശബ്ദം പുറപ്പെടുവിക്കും. യസ്മഉഹാ കുല്ലു ഷൈഇൻ ഇല്ല തഖലൈൻ, ആ ശബ്ദം മനുഷ്യ ജിന്ന് വർഗമല്ലാത്ത സകലരും ആ ശബ്ദം കേൾക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഖാലൽ ബറാ ثم يفتح له باب الى النار, അതിനുശേഷം നരകത്തിലേക്ക് അവന് വാതിൽ തുറക്കപ്പെടും. വയമഹ്ദിദു ലഹു മിൻ ഫിറാഷിൽ ജന്ന, എന്നിട്ട് നരകത്തിലെ വിരിപ്പുകൾ അവന് വിരിച്ചു കൊടുക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട ഹദീസിലുള്ളതായ ഒരു സത്യവിശ്വാസിയുടെയും സത്യനിഷേധിയുടെയും മരണത്തിന്റെ അവസ്ഥയെയും അതിനുശേഷം അവൻ അനുഭവിക്കുന്ന നഈമുകൾ, അനുഗ്രഹവും അതേപോലെ ശിക്ഷയുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത്. അപ്പോ ശിക്ഷയുണ്ട്, അള്ളാഹു ശിക്ഷിക്കും. നന്മ ചെയ്താൽ അള്ളാഹു പ്രതിഫലം നൽകും. തിന്മയാണ് ചെയ്യുന്നത് എങ്കിൽ അതിനുള്ള ശിക്ഷയുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആരും എന്ത് ചെയ്യേണ്ടതില്ല, അള്ളാഹുവിന്റെ റഹ്മത്തിനെ വ്യാമോഹിക്കേണ്ടതില്ല. നന്മ ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്തിനെ മോഹിക്കേണ്ടത്. തിന്മയിൽ നിന്ന് മാറി നിന്നിട്ടാണ് അള്ളാഹുവിന്റെ റഹ്മത്തിന് എന്ത് ചെയ്യേണ്ടത്, ആഗ്രഹിക്കേണ്ടത്. അതല്ല എങ്കിൽ ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും ധാരാളം ഹദീസുകൾ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമുക്ക് തുടരാം.